ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ മാറേണ്ടതുണ്ടോ? നമ്മളും നമ്മുടെ പഠന രീതി മാറേണ്ട സമയം എന്നേ കഴിഞ്ഞിരിക്കുകയാണ്. ഞങ്ങളുടെ ഓരോ ലൈവിലും ഓരോ സ്റ്റഡി പ്ലാൻ റിവീൽ ചെയ്യുന്ന സമയത്തും കൃത്യമായി പറയുന്നുണ്ട്, ഓരോ ഫുൾ ചാപ്റ്റർ റിവിഷൻ നല്ലപോലെ കണ്ട് മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ എക്സാമിന് തലേ ദിവസമുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. എക്സാമിന് വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയുള്ളൂ. എങ്കിൽ മാത്രമേ തൊട്ടടുത്ത ദിവസം എക്സാമിന് നിങ്ങൾക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ എന്നുള്ളത്. പക്ഷേ അതൊന്നും വലിയ വിഷയമുള്ള കാര്യമില്ല സാർ. എക്സാമിന് തലേ ദിവസമുള്ള ലൈവ് മാത്രം കണ്ടാൽ മതി. നമ്മൾക്ക് ഓരോ എക്സാമിനും മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കഴിഞ്ഞ എക്സാമിന് മുന്നേ വരെയുള്ള എക്സാംസിലെല്ലാം തന്നെ നിങ്ങൾ തെളിയിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ആ ചോദ്യപേപ്പർ ഓരോന്നും നിങ്ങൾ അത്രത്തോളം ലാഘവത്തോടെ തന്നെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ക്രിസ്മസ് എക്സാമിന് വന്നിരിക്കുന്ന ചോദ്യപേപ്പർ അങ്ങനെ ആയിരുന്നില്ല. ആ ചോദ്യപേപ്പർ കണ്ട ഓരോ വിദ്യാർത്ഥിയും കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്, എക്സാമിന് തലേ ദിവസമുള്ള ആ ഒരൊറ്റ ലൈവ് കൊണ്ട് മാത്രം എനിക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. ഓരോ ചാപ്റ്ററിലെയും ഓരോ ടോപ്പിക്കും കോൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലാക്കിയാൽ മാത്രമേ എനിക്ക് ഉയർന്നൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു തിരിച്ചറിവുണ്ടാക്കിയ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണിലെ മാറ്റത്തെ നമ്മൾ അത്രത്തോളം സന്തോഷത്തോടുകൂടെ തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത്. ഇനിയിപ്പോൾ പബ്ലിക് എക്സാമിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇനി ഇരുന്ന് ഓരോ സബ്ജക്റ്റിലെയും ഓരോ ചാപ്റ്ററും അടിപൊളിയായിട്ട് ആദ്യം മുതൽ പഠിച്ചു തുടങ്ങണമെന്ന് ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾ, ഓരോ ചാപ്റ്ററിലെയും ഓരോ ടോപ്പിക്കും നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കൺസെപ്റ്റ് ക്ലിയർ ആക്കിയിട്ട് എക്സാമിനെ സമീപിക്കണമെന്ന് വിചാരിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, ഓരോ ചാപ്റ്ററും ആദ്യം മുതൽ മുഴുവൻ ടോപ്പിക്കും കൃത്യമായി സൈലം പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പറയുകയാണ്, January 2 നിങ്ങൾക്കായി എൻഡ് ഗെയിം എന്ന് പറയുന്ന ഒരു റിവിഷൻ പ്രോഗ്രാം ആരംഭിക്കുകയാണ്. 9954000800 എന്ന നമ്പർ കോൺടാക്ട് ചെയ്യുക. ഉടനെ തന്നെ അഡ്മിഷൻ ഉറപ്പാക്കുക. January 2 മുതൽ നമുക്ക് ഒരുമിച്ച് ആദ്യം മുതൽ അവസാനം വരെ പഠിച്ച് ക്ലിയർ ചെയ്ത് സെറ്റാക്കിയിട്ട് എക്സാമിനെ സമീപിക്കാം. അതല്ല, ഞങ്ങൾക്ക് ഈ റിവിഷൻ ക്ലാസ് ഒന്നും വേണ്ട, പഴയതുപോലെ തന്നെ എക്സാമിന് തലേ ദിവസമുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ മാത്രം കണ്ടുകൊണ്ട് ഞങ്ങൾ എക്സാമിനെ സമീപിക്കാം എന്ന് ഇപ്പോഴും നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല.